സഭാ വ്യത്യാസമില്ലാതെ ഒരുപാട് ആൾക്കാർ, അതായത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന, അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കി അല്ലെങ്കിൽ പോലും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി എന്ന, ഒരു പെന്തക്കോസ്തുകാരി എന്നതുപോലല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല എല്ലാ നിറത്തിലും ഭാഷയിലും ഒക്കെയുള്ള എല്ലാ കോണ്ടിനെന്റിലും ഉള്ള എല്ലാ മനുഷ്യരെയും ആ നിത്യമായ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ പിതാവിന് നമ്മളോടുള്ള സ്നേഹം എത്ര ആഴമെന്ന് പുത്രനെ അയച്ച് യേശു കർത്താവിന്റെ ജനനത്തെ പറ്റി നമ്മൾ ബൈബിളിൽ വായിക്കുമ്പം അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ട് എത്രയോ കഠിനമായിരിക്കുന്ന ശോധനയിലൂടെയാണ് ആ ഒരു ജനനം അവിടെ നടക്കുന്നത്. പക്ഷെ എന്നാലും സ്വന്തം പിതാവ് ആ രാജകീയ മഹിമകളെ എല്ലാം വിട്ടിട്ട് ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ വേണ്ടി, സ്വർഗ മഹിമകളെ ഒക്കെ വിട്ടിട്ട് കുഞ്ഞിനെ ഇവിടെ ജനിപ്പിക്കണം, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടു കൂടി, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കത്ത് പോലും ഇല്ലാത്തൊരാഗ്രഹത്തോടു കൂടി തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ പിതാവിന് നമ്മളോട് ഇഷ്ടം തോന്നി. അപ്പൊ അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമാകണം. നമ്മളെല്ലാം ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയതുകൊണ്ടും നമ്മുടെ നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുമ്പം വെറും ഒരു ട്രീയിലോ അല്ലെങ്കിൽ ഗിഫ്റ്റിലോ അല്ലെങ്കിൽ കുറെ ഫുഡിലോ അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹാങ് ഔട്ടിലോ ഒക്കെ തീർന്നു പോകുന്ന ഒരു ഹോളിഡേ സീസണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. പക്ഷേ ക്രിസ്ത്യാനിയായ നമുക്ക് ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് എങ്ങനെയൊക്കെയോ വന്നു പോയിട്ടുള്ളതാണെങ്കിൽ പോലും ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്, സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുക, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് സ്വത്തും പണവും സൗന്ദര്യവും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ സ്വർഗ മഹിമകൾ ഉണ്ടായിരുന്ന ആ പിതാവാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം നമ്മുടെ കടമ അത്രയും വലുതാണ്. യേശുവിനെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ ജനനം, ഇതിൻ്റെ സ്റ്റോറി എന്താന്ന് നമ്മുടെ ലൈഫിലൂടെ നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമാക്കി നമ്മളിലുള്ള യേശുവിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും പറ്റിയ സീസണാണ് ക്രിസ്മസ് സീസൺ. അപ്പം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും മറ്റ് ആൾക്കാരും ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്തുക: ഈ യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാം വിട്ടിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് സകല പാപവും ശാപവും ഒക്കെ ഏറ്റെടുത്ത് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവിടെയും ഒരു ക്രിസ്തുമസ് ആണ്. ആ ഉയർപ്പെന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ആണ്. അപ്പൊ അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആ നല്ല ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും കാത്തു സൂക്ഷിക്കുക. ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മൾ കാണുന്ന പോലെ സ്റ്റാർസും ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ലൈറ്റ്സ്, അത് വെറും ഒരു ലൈറ്റ് ആ ഒരു സീസണിൽ മാത്രമായി പോകാതെ ആ ഒരു പ്രകാശം ലോകത്തിലേക്ക് പകരുവാൻ, നമ്മളിലുള്ള സാക്ഷ്യം, നമ്മളിലുള്ള ക്രിസ്തുവിനെ ആ ലൈറ്റിലൂടെ പകരുവാൻ എല്ലാവരെയും അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും ഈ വർഷം നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.